യേശുവിൽ സ്നേഹം നിറഞ്ഞ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ പ്രിയ മക്കൾക്കും പുതിയൊരു ദിവസത്തിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും സമാധാനവും നേർന്നു. നിങ്ങൾ ദരിദ്രനായിരിക്കുന്നവനാണോ? നിങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടോ? എങ്കിൽ സർവശക്തനായ ദൈവം വളരെ വ്യക്തമായിട്ട് തൻ്റെ തിരുവചനത്തിലൂടെ നമ്മളോട് പറയുന്ന ഒരു കാര്യം, ദരിദ്രനായിരിക്കുന്നതിൽ നിനക്ക് ഭയം വേണ്ട എന്ന് വളരെ വ്യക്തമാക്കുന്ന ഒരു തിരുവചന ഭാഗമാണ് ഇന്ന് നമ്മൾ ശ്രവിക്കുന്നത്. തോബീത്തിന്റെ പുസ്തകം 4-ാം അധ്യായം 21-ാം തിരുവചനം. മകനെ, നമ്മൾ ദരിദ്രരായി തീർന്നതിൽ നിനക്ക് ആധി വേണ്ട. നിനക്ക് ദൈവത്തോട് ഭക്തിയുണ്ടായിരിക്കുകയും നീ പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയും അവിടുത്തേക്ക് പ്രീതികരമായത് അനുഷ്ഠിക്കുകയും ചെയ്താൽ നിനക്ക് വലിയ സമ്പത്ത് കൈവരും. സാമ്പത്തിക ബുദ്ധിമുട്ടുകളോ ദാരിദ്ര്യമോ അനുഭവിക്കുമ്പോൾ സർവശക്തനായ ദൈവത്തിൻ്റെ തിരുവചനം പറയുകയാണ്, നിനക്ക് അതിനെക്കുറിച്ച് ആധി വേണ്ട. എന്നാൽ നീ ദൈവഭക്തി ഉള്ളവനായിരിക്കണം. ചില കാര്യങ്ങളിൽ നിന്ന് നീ ഒഴിഞ്ഞു മാറുകയും വേണം. പ്രത്യേകിച്ച് പാപത്തിൽ നിന്ന്, ദൈവത്തെ വേദനിപ്പിക്കുന്ന പാപത്തിൽ നിന്ന്, ദൈവകൽപ്പനകളെ ധിക്കരിക്കുന്ന പാപത്തിൽ നിന്ന് നീ ഒഴിഞ്ഞു നിൽക്കുക. ദൈവത്തിന് പ്രീതികരമായത് നീ അനുഷ്ഠിക്കുകയും ചെയ്താൽ നിനക്ക് വലിയ സമ്പത്ത് ലഭിക്കും. ദൈവത്തിന് പ്രീതികരമായത് എന്താണെന്ന് വിശുദ്ധ സുവിശേഷത്തിൽ യേശുക്രിസ്തു അവസാന വിധി ദിവസം ഉച്ചരിച്ചുകൊണ്ട് നമ്മളോട് പറയുന്നുണ്ട്. എനിക്ക് ദാഹിച്ചു, നീ എനിക്ക് കുടിക്കുവാൻ തന്നു. എനിക്ക് വസ്ത്രമില്ലായിരുന്നു, നീ എനിക്ക് വസ്ത്രം തന്നു. ഞാൻ രോഗിയായിരുന്നു, നീ എന്നെ സന്ദർശിച്ചു. ഞാൻ കാരാഗൃഹത്തിലായിരുന്നു, എനിക്ക് വിശന്നു, നീ എനിക്ക് കഴിക്കാൻ തന്നു. അങ്ങനെ അന്തിമ വിധിയിൽ കർത്താവ് പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നവനോട് ദൈവത്തിന് അതിയായ പ്രീതിയുണ്ടാകും എന്ന് ദൈവം യേശുക്രിസ്തു വഴി അവിടെ വളരെ വ്യക്തമായിട്ട് വെളിപ്പെടുത്തുന്നുണ്ട്. അത് ചെയ്തിരിക്കുന്നവർക്ക് സ്വർഗരാജ്യം ലഭിക്കുമെന്ന് യേശോ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആയതിനാൽ തോബീത്തിന്റെ പുസ്തകത്തിലും അത് തന്നെയാണ് കർത്താവ് പറയുന്നത്. നീ പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയും ദൈവത്തിന് പ്രീതികരമായ അനുഷ്ഠിക്കുകയും ചെയ്താൽ നിന്റെ ദാരിദ്ര്യം മാറി നിനക്ക് ധാരാളം സമ്പത്ത് ലഭിക്കും. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരങ്ങളെ, പ്രിയ മാതാപിതാക്കളെ, നമ്മുടെ ദാരിദ്ര്യാവസ്ഥയോർത്ത്, നമ്മുടെ ബുദ്ധിമുട്ടുകളെ ഓർത്ത് പരിതപിക്കുന്നതിന് പകരം ദൈവഭക്തിയിൽ നിലനിൽക്കുകയും ദൈവത്തിന് പ്രീതികരമായത് ചെയ്യുവാൻ ശ്രമിക്കുകയും ചെയ്താൽ നിന്റെ അവസ്ഥ ഇന്നു മാറും. നാളത്തേക്കല്ല, നിന്റെ അവസ്ഥ എന്തായിരുന്നാലും അത് ഇന്ന് തന്നെ മാറും. അത്രയ്ക്ക് സ്നേഹമുള്ളവനാണ് സർവശക്തനായ ദൈവം. ഇന്നത്തെ ദിവസം ദൈവനാമത്തിൽ
യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ അനുഗ്രഹത്തിൻ്റെ ദിവസമായി മാറട്ടെ. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളുടെ മേലും കർത്താവ് സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. എല്ലാ മേഖലകളിലും നിങ്ങൾ സമ്പത്തുള്ളവനായി മാറട്ടെ. യേശുവിൻ്റെ സമാധാനം എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.